ശബരിമല സ്വർണ്ണമോഷണത്തിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിന് കുരുക്കുമുറുകുന്നു. 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. നിയമവിരുദ്ധമായാണ് വാജിവാഹനം തന്ത്രി കൈക്കലാക്കിയത്. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെയാണ് വാജിവാഹനം കൈമാറിയത്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, UDF കാലത്തെ ദേവസ്വം ബോർഡിനെതിരെ കൂടി വരികയാണ്. ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് തന്ത്രി അല്ലെങ്കിൽ തന്നെ കുരുക്കിലാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത്? രഞ്ജിത്ത്, ഈ ഒരു തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ ഈ ഒരു വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിനു മുൻപ്, അതായത് തന്ത്രിക്ക് ഈ ഒരു വാജിവാഹനം കൈമാറിയത് ചട്ടപ്രകാരമാണ്. മാത്രമല്ല, അത്തരത്തിലൊരു നിയമപ്രശ്നം ഇതിൽ ഉദിച്ചിരുന്നില്ല എന്നടക്കമുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം അടക്കം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ദൈവചൈതന്യം നിലനിൽക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭൗതിക വസ്തുക്കളായിക്കോട്ടെ, അത് കേടുപാടുകൾ സംബന്ധിച്ചതിന്റെ ഭാഗമായി പുതുക്കിയതോ അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾ അത് മാറ്റിവെക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളും ഒപ്പം ഈ മാറ്റിവെക്കപ്പെട്ട ദൈവചൈതന്യം ഉള്ളതും അല്ലാത്തതുമായ വസ്തുക്കൾ അടക്കം അതെല്ലാം ഈ ഒരു ക്ഷേത്രത്തിന്റെ വസ്തു, അതായത് സ്വത്താണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള 2012 ഉത്തരവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാജിവാഹനം 2017 തന്ത്രിക്ക് കൈമാറിയത് ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുക്ക് CPM-ൽ നിന്നും, അതായത് ഈ ഒരു UDF-ലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഈ ഒരു ചട്ടവിരുദ്ധമല്ല എന്നടക്കമുള്ള അജയ് തറയിലടക്കം പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ ഒരു ബോർഡ്, ആ സമയത്തെ ബോർഡിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. ഈ തന്ത്രിക്ക് ഒരു വാജിവാഹനം കൈമാറിയതിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ആരംഭിച്ചത്, അതായത് കട്ടിലപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണ്ണം അടിച്ചുമാറ്റി എന്നതിൽ നിന്നും തുടങ്ങി ഇപ്പോൾ വാജിവാഹനത്തിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു 2012 വന്നിരിക്കുന്ന ഈ ഒരു രേഖ, അതായത് ഈ ഒരു തന്ത്രിമാർക്കടക്കം വേതനവും അപ്പം അതിനൊപ്പം തന്നെയുള്ള മറ്റ് കാര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഈ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഗണ്ണിച്ചുകൊണ്ടാണ് 2017 വാജിവാഹനം കൈമാറിയതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടക്കം പ്രതികരണം വന്നിരുന്നു. അതായത് ഈ ഒരു 2020 ഒരു 2019 തൊട്ടുള്ള ഈ ഒരു കൊള്ള, അത് ആ സമയത്ത് മാത്രമല്ല അതിന് മുൻപും ഉണ്ടായേക്കാം. അതായത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല, വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇവിടെ നിന്നും പലതരത്തിലും കൈമാറിപ്പോയിട്ടുണ്ട്. അത് പല ഭാഗങ്ങളിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 ഈ ഒരു ഉത്തരവ് ലംഘിച്ചതുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ, അതായത് വാജിവാഹനം മാത്രമാണോ, മറ്റുള്ള വസ്തുക്കൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും പുറമേക്ക് പോയിട്ടുണ്ടോ, അത് ഒപ്പം തന്നെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങളുണ്ട്, അവിടെ നിന്നും ഇത്തരത്തിലുള്ള കൂടുതൽ ക്രമക്കേടുകളും ഒപ്പം ഇത്തരത്തിലുള്ള കൊള്ളകളും നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്, അതായത് 2012 അതിനു മുൻപും, അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദേവസ്വം ബോർഡ് നിലവിൽ വന്നതിന് തൊട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തോളമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷമടക്കം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പിന്നിലേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അടക്കം, അതായത് UDF-ന്റെ സമയത്തുണ്ടായിരുന്ന ബോർഡിലേക്ക് അടക്കം അന്വേഷണം വ്യാപിക്കേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വാജിവാഹനത്തിന്റെ കാര്യത്തിൽ ഇത്രയും ദിവസം നിലനിന്നിരുന്ന ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു സംശയം ഇപ്പോൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കൃത്യമായ ഉത്തരവ് നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ആ ബോർഡ്, അതായത് 2012 UDF സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം. രഞ്ജിത്ത്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.